നമ്മളെ സ്വർഗത്തിലെ മുത്തുമണികളെ കാണാൻ വേണ്ടിട്ടേ നമ്മുടെ അശ്വൻകുട്ടി വന്നതാട്ടാ. അങ്ങനെ അവളെ എടുത്തിട്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തത്. ആ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നിൽക്കുന്നത് ആരാന്നറിയോ? അതാണ് നമ്മൾ മുത്തു. അവനെ നമ്മൾ റിലീസ് ചെയ്തായിരുന്നു, പക്ഷെ അവനെ തിരിച്ച് ഞാൻ കൊണ്ടുവന്നു. ഒരു ദിവസം ഞാൻ അവൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെ തന്നെ തിരിച്ചു കൊടുന്നു. അവിടെ എന്റെ മേലെന്റെ കാലും അങ്ങനെ കയറി സ്പ്രിങ് പോലെ തുള്ളിച്ചാടുന്നില്ലേ, അവനാണ് മാർക്കു. അവനാണ് കഴുത്തിൽ ചെയിൻ കുടുങ്ങിയിട്ട് നമ്മൾ രക്ഷപ്പെടുത്തിയില്ലേ, അവനെ പിന്നെ തിരിച്ച് അവന്റെ ലൊക്കേഷനിൽ വിടാക്കി തോന്നില്ല. അത്ര സ്നേഹമുള്ള ഒരു കുട്ടിയായിട്ട് നല്ലൊരു ഫാമിലി അവനെ അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറായി, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ ഇടയിൽ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നില്ല ഒരാൾ സെക്യൂരിറ്റിയെ പോലെ. അവനാണ് നമ്മൾ അമ്പു, കണ്ണാണില്ലല്ലോ അവൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പുറത്ത് ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്ന മറ്റാളില്ലേ, ഒരു കൈ ഫ്രണ്ട് അല്ലല്ലോ, അത് നമ്മളെ കുഞ്ഞാണ് കേട്ടോ. പിന്നെ ബാക്കിൽ നിൽക്കുന്ന അതൊരു കൈ പകുതി ഇല്ലാത്ത അവനാണ് ഗുരുവായൂരിന് വന്നത്. ഗുരുവായൂർ നമ്മൾ രക്ഷപ്പെടുത്തിയത് നമ്മളെ അക്കൂട്ടോ. പിന്നെ തൊട്ട ബാക്കിൽ നിൽക്കില്ല ഭയങ്കര ഹൈറ്റും വെയിറ്റ് അവൻ നമ്മളെ എന്താ പറയാ, നമ്മള് ശംഭൂട്ടോ. അവന് കുഞ്ഞിൽ നമ്മൾ രക്ഷപ്പെടുത്തിയാണ്. അവന്റെ കാലിന് തകരാറായിരുന്നു, ചതഞ്ഞ് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു. മുഴുവനായിട്ട് നല്ല സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല, അവന് ഓക്കെ. ഇതൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തി ഇതേ പോകുന്നു അമ്പൂട്ടിട്ടോ. പിന്നെ അതിൽ അവരാരൊക്കെ എടുക്കുന്നേ, ഇതന്നെ അമ്പു ഈ പോകുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, അത് നമ്മളെ മെഡിക്കൽ വാർഡിൽ ഉള്ള ആൾക്കാരാണ്. അപ്പുറത്ത് ആ കൂട്ടിൽ കിടക്കുന്നത് നമ്മളെ പുതിയ ആള്, നമ്മളെ തോപ്പു. ആള് ഭയങ്കര കടിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ കൂടുപണി ഒന്ന് വേഗം കഴിഞ്ഞ് ഒന്ന് കിട്ടിയാൽ ഇവരൊക്കെ